ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ധനുമാസം 29-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 13-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം 42 നാഴിക പോയവും ബാക്കി ആയില്യവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒട്ടനവധി പേർക്ക് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നമ്മുടെ ഗുരുസ്ഥാനീയനായ പ്രിയപ്പെട്ട സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. അദ്ദേഹത്തെ വളരെ പ്രിയത്തോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ശ്രീമാൻ ഡോക്ടർ ശർമാജി, ഞാൻ മനോജ് എറണാകുളത്ത് നിന്ന് എഴുതുന്നു. ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ജോലിയിൽ വളരെ ശ്രദ്ധിച്ചിരുന്ന എനിക്ക് ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട എന്നും ഓരോ പ്രശ്നങ്ങളാണ്. പ്രൊമോഷൻ സാധ്യതകൾ പലതും നഷ്ടപ്പെട്ടു. ജോലിയും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി. എന്താണ് ഇതിനൊരു പരിഹാരം? എൻ്റെ ജോലി നഷ്ടപ്പെടുമോ? ഗ്രഹനില ചേർത്തിട്ടുണ്ട്. ജോലി പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അശ്വതി നക്ഷത്രമാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2 നക്ഷത്രം അടങ്ങുന്നത് മേടരാശിക്കാരാണ്. മേടരാശിക്കാർക്ക് തന്നെ പൊതുവേ 4.5 വർഷം ഏതാണ്ട് ആയിട്ട് കണ്ടകശനിയും അഷ്ടമശനിയും സഞ്ചരിക്കുന്ന കാലം പൊതുവേ തൊഴിൽപരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയ്യാതെ വരികയും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തന്നെയും പലതരത്തിലുള്ള ന്യൂനതകൾ വന്ന് ഭവിക്കുകയും തൊഴിലിൽ നിന്ന് വിട്ടുപോകുകയും കോൺസെൻട്രേഷൻ കിട്ടാതെ വരികയും തൊഴിലിൽ മറ്റേതെങ്കിലും തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ അല്ലെങ്കിൽ കീഴ്ഘടകങ്ങളോ സഹപ്രവർത്തകരോ അധികാരികൾ നിമിത്തമായോ ഏതെങ്കിലും ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളിൽ പലവിധ ദുരിതാനുഭവങ്ങളുണ്ടായി അതിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ നിലവിൽ നിൽക്കവേ ഈ മേടക്കൂറുകാരായ ഈ രാശിക്കാർക്ക് മേടം, എടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, അതായത് 2016 ആഗസ്റ്റ് മാസം 11-ാം തീയതി മുതൽ വ്യാഴഗ്രഹം ശത്രുസ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നതിനാൽ ഒന്നുകൂടി ദോഷാനുഭവങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തിയും ദുരിതവും തടസ്സവും ക്ലേശവും കൂടി വരുന്നു. അതായത് ജോലിയിൽ ഏകാഗ്രത കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ജോലി അവസരങ്ങൾ തന്നെ ഈ രാശിക്കാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ജോലി ചെയ്താൽ തന്നെ ശമ്പളവും വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ കൂട്ടത്തോടെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജോലിയിൽ ശമ്പളം കിട്ടാതെ വരികയോ ശമ്പളം കിട്ടിയാൽ തന്നെ പകുതി ശമ്പളം ആക്കുകയോ ഓവർ ടൈം മുതലായ ശമ്പളം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ മെഡിക്കൽ ലീവ് അല്ലെ ലോങ് ലീവ് എടുത്തോളൂ, പൊയ്ക്കോളൂ, നീ വേക്കൻ്റുള്ള പറയിപ്പിക്കാം, അല്ലെ തൊഴിൽ മാന്ദ്യമാണ് എന്നൊക്കെ കിട്ടുന്ന വാർത്തകളായിരിക്കും നമുക്കിപ്പോൾ ഉള്ളത്. ഈ രാശിക്കാർക്ക് പൊതുവെ വ്യാഴഗ്രഹവും ശനിഗ്രഹവും ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ സാമ്പത്തികപരമായ ഞെരുക്കം, ആരോഗ്യപരമായ ദോഷങ്ങൾ, വൈദ്യൻ ഡോക്ടർ സ്ഥിരമായി കാണേണ്ടതോ ക്ഷതപതനങ്ങൾ സംഭവിക്കാൻ സാധ്യതകളോ ഉള്ള സമയങ്ങളാണ്. സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയോ അതല്ലെങ്കിൽ വൻപിച്ച തോതിലുള്ള സാമ്പത്തിക ഉത്തരവാദിത്വങ്ങൾ വന്നുകൂടി അത് ഉദ്യോഗം രാജിവെക്കാനും വരാം, രാജിവെക്കാതിരിക്കാനും വരാം, നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ചേർന്ന ഒരു രക്ഷാസ്ഥാനങ്ങൾ കിട്ടാതെ വരയുന്ന ഒരു സാമ്പത്തിക ഒരു നിയമപരമായ ഒരു കാലക്കേട് പിടിച്ച ഒരു കാലഘട്ടങ്ങളാണ്. ആരോഗ്യപരമായിട്ടും രോഗാദുരിതങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ വാഹനങ്ങൾ, വൈദ്യുതി മുതലായത് കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം. കൂടുതൽ അപകടങ്ങളെ, ക്ഷതപതനങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഖേതുദശയാണ് 3 വർഷം കിട്ടിയത്. പിന്നീട് 23 വയസ്സ് വരെ ശുക്രദശയും 23-6 29 വയസ്സ് വരെ ആദിത്യ ദശയുമാണ് കിട്ടിയിരിക്കുന്നത്. ശേഷം 23, 6, 29 വയസ്സ് വളരെയധികം സൂക്ഷിച്ചിരിക്കേണ്ട സമയമാണ്. ആദിത്യ ദശയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദിത്യൻ ലഗ്നാൽ 8-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലമാണ് തീരാൻ പോകുന്നത്. അഷ്ടമത്തിലെ സൂര്യൻ വെച്ചു നീട്ടും ഭാഗ്യങ്ങൾ തട്ടിമാറ്റപ്പെടും. ആയതിനാൽ ശനി, സൂര്യൻ എന്നീ 2 ഗ്രഹങ്ങൾ, വ്യാഴഗ്രഹങ്ങൾ 3 ഗ്രഹങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് ദോഷഫലങ്ങൾ കൊടുക്കുന്നതിനാൽ ഇപ്പോഴത്തെ ദശാകാലത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ശനിദോഷങ്ങൾ ജനുവരി മാസം 28-ാം തീയതിയോടുകൂടി അതിപ്രധാനമായിട്ടുള്ള ദോഷങ്ങൾ തീരുന്നതിനാൽ
സൂര്യനെ ഇനി പ്രസാദിപ്പിച്ചാൽ മതി. ഞായറാഴ്ച ദിവസം പേരും നക്ഷത്രവും ചേർത്ത് ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഗ്നം ഭാസ്കരം പ്രണമാമിഹം. മുൻകാല ശാപങ്ങളോ പിതൃക്കളുടെ അനുഗ്രഹത്താൽ കുറവുകൾ കൊണ്ടോ മുൻകാല നല്ല സമയങ്ങളിൽ ചില അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചതിൻ്റെ പ്രായച്ചിത്തങ്ങളോ കൊണ്ട് ശിക്ഷകൾ ആയുത്ത ദിശയിൽ വരാം എന്നാണ്. തമോഗ്നം സർവപാപഗ്നം, സർവപാപങ്ങളും ഹരിക്കുന്നതിന് വേണ്ടി സൂര്യഭഗവാനെ ഒരു ഞായറാഴ്ച ദിവസം തുടങ്ങി അടുത്ത ഞായറാഴ്ച വരെയുള്ള 8 ദിവസങ്ങളിൽ ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഗ്നം ഭാസ്കരം പ്രണമാമ്യഹം. അങ്ങനെ സൂര്യഭഗവാനെ പ്രകീർത്തിക്കുന്നതായ സൂര്യമന്ത്രങ്ങളെ കൊണ്ട് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം സൂര്യപത്മത്തിലേക്ക് സൂര്യദേവനെ ആവാഹിച്ച് പത്മത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് മാണിക്യരത്നം ധരിക്കുന്ന പക്ഷം ഇത് ലഘൂകരിപ്പിച്ച് മാറുകയും 2017 ആഗസ്റ്റ് മാസം മുതൽ രക്ഷാമാർഗങ്ങൾ നാനാവഴികളിൽ വരികയും ഇപ്പോഴുള്ള ദുരിതാനുഭവങ്ങളിൽ നിന്ന് മൊത്തം മോചനം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇപ്രകാരം ദോഷപരിഹാരങ്ങൾ ചെയ്താൽ കണിശമായിട്ടും തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം എന്നിവ ഈ രാശിക്കാർക്കും പ്രത്യേകിച്ച് മനോജനും ഈ ദോഷങ്ങൾ മാറി ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം